ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തടയാനായിട്ട് അമേരിക്ക ഉൾപ്പെടെ ലോകത്തെ പല രാജ്യങ്ങളും ശ്രമിക്കുന്നുവെന്ന് നമ്മൾ പറയുമ്പോൾ പലർക്കും അത് ചിലപ്പോൾ ഒരു തമാശയായി തോന്നാം. അല്ലെങ്കിൽ നമ്മുടെ പരാജയങ്ങൾ മറച്ചു വെക്കാൻ മറ്റ് രാജ്യങ്ങളെ പഴിചാരുന്നു എന്ന് തോന്നാം. എന്നാൽ വസ്തുത അങ്ങനെയല്ല. അതായത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട്. അത് ചൈനയോ പാകിസ്ഥാനോ മാത്രമല്ല, അതിൽ അമേരിക്ക പോലുമുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ന് വാർത്തകളിൽ വന്നൊരു സംഭവം കൂടി ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം നമ്മളെ അമേരിക്ക ഭയപ്പെടുന്നുണ്ട്, എന്തുകൊണ്ടാണെന്നും ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിൽ ഒരു സ്ഥാപനമുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിന് ചില പ്രത്യേക അധികാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിർബന്ധിത തൊഴിലിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായിട്ട് തടയുന്നതിലും കർശനമായ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിലും ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് ഇപ്പോൾ ഈ സ്ഥാപനം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ സെക്ഷൻ 301 അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 60 സമ്പദ് വ്യവസ്ഥകളെ ഉൾപ്പെടുത്തി നടത്തിയ പുനരവലോകന റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുള്ളത്. 1974 US ട്രേഡ് ആക്ടിന്റെ സെക്ഷൻ 301 പ്രകാരം ഇന്ത്യയുടെ നിലവിലെ സമീപനം നിയമ നടപടികൾക്ക് യോഗ്യമാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. US ഇറക്കുമതിയുടെ 99% പങ്കുവഹിക്കുന്ന 60 രാജ്യങ്ങളുടെ നയങ്ങളും നടപടികളും വിലയിരുത്തിയാണ് ഈ അന്വേഷണം ഇപ്പോൾ നടത്തിയത്. റിപ്പോർട്ട് അനുസരിച്ച് നിർബന്ധിത തൊഴിലുമായി ബന്ധപ്പെട്ട ഇറക്കുമതികൾ നിരോധിക്കുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടു എന്നാണ് അവർ കണ്ടെത്തിയത്. ഈ പോരായ്മ സെക്ഷൻ 301 പ്രകാരമുള്ള നടപടികളുടെ പരിധിയിൽ വരുന്നതാണ് എന്നാണ് USTR പറയുന്നത്. ഇത്തരം നിയന്ത്രണങ്ങളുടെ അഭാവം ന്യായീകരിക്കാനാകാത്തതാണെന്നും ഇത് അമേരിക്കയുടെ വാണിജ്യത്തെ ബാധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നും USTR വിലയിരുത്തിയിരിക്കുന്നു. USTRന് ചില പ്രത്യേക അധികാരങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ഈ സെക്ഷൻ 301? അമേരിക്കയുടെ വാണിജ്യത്തെ ദോഷകരമായി ബാധിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ആയ അന്യായവും വിവേചനപരവുമായ വിദേശ സർക്കാരുകളുടെ നയങ്ങൾ, നടപടികൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കുവാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ട്രേഡ് റെപ്രസെന്റേറ്റീവിന് അധികാരം നൽകുന്ന 1974 US ട്രേഡ് ആക്ടിലെ വ്യവസ്ഥയാണ് സെക്ഷൻ 301. ഈ അന്വേഷണത്തിന് ശേഷം ബന്ധപ്പെട്ട രാജ്യത്തിന് എതിരെ അധിക താരിഫുകൾ, ഇറക്കുമതി നിയന്ത്രണങ്ങൾ, വ്യാപാര ആനുകൂല്യങ്ങൾ റദ്ദാക്കൽ അല്ലെങ്കിൽ മറ്റു വ്യാപാര നടപടികൾ എന്നിവ ശുപാർശ ചെയ്യാൻ USTRന് സാധിക്കും. നിർബന്ധിത തൊഴിലിലൂടെ പൂർണ്ണമായോ ഭാഗികമായോ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ഇറക്കുമതിക്ക് നിയമപരമായി നിരോധനമില്ലാത്ത 54 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നാണ് USTR വ്യക്തമാക്കുന്നത്. ലോകത്ത് ഏതൊരു രാജ്യത്തിലും ഉള്ളതുപോലെ പല പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്തുമുണ്ട്. നമ്മുടെ രാജ്യം എല്ലാം തികഞ്ഞ രാജ്യമൊന്നും അല്ല. പക്ഷേ അമേരിക്ക ഇവിടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 2026 ആയപ്പോഴേക്കും അവർക്ക് ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ തോന്നുന്നു. ഇന്ത്യയിൽ ഇങ്ങനെ ഒന്നും ഇല്ല എന്നവർ പറയുന്നു. ഇന്ത്യയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ വില കുറച്ച് അമേരിക്കൻ വിപണിയിൽ വിൽക്കാൻ കഴിയുന്നത് ഇവിടെ ആളുകളെ അങ്ങോട്ട് നിർബന്ധിപ്പിച്ച് പണിയെടുപ്പിക്കുന്നത് കൊണ്ടാണ് എന്ന് അമേരിക്ക അങ്ങ് കണ്ടെത്തുന്നു. ഇത് കാരണം അമേരിക്കൻ കമ്പനികൾക്ക് വലിയ മത്സരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളോട് നേരിടേണ്ടി വരുന്നു. ഇത് ശരിയല്ല, ഇന്ത്യക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഈ കണ്ടെത്തൽ അവർ പറയുന്നത്. നടപടിയെടുക്കണമോ വേണ്ടയോ എന്നത് ട്രംപ് ഭരണകൂടം തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പൊ നടപടി ശുപാർശ ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്രയും കാലം ഇല്ലാത്ത വിധം 2026 എന്താ US ഇങ്ങനെ തോന്നാൻ കാരണം, ഇങ്ങനെ ഒരു അന്വേഷണം നടത്തണമെന്ന് തോന്നാൻ കാരണം, ഇന്ത്യൻ കമ്പനികൾ മികച്ച ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുകയും കോമ്പറ്റേറ്റീവ് പ്രൈസിൽ അവയ്ക്ക് വിൽക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഇന്ത്യ ഒരു ആഗോള ശക്തിയായിട്ട്, ഒരു വ്യാപാര ശക്തിയായിട്ട് വളരുന്നു. ഇത്രയും കാലം അമേരിക്കയും യൂറോപ്പും ചൈനയും ജപ്പാനും എല്ലാം ഇന്ത്യയെ കണ്ടത് ഒരു വിപണി മാത്രമായിട്ടാണ്. 140 കോടി മനുഷ്യരുള്ള വിപണി, എന്തും ഇന്ത്യയെ കൊണ്ടുവന്ന് വിറ്റ് പൈസ ഉണ്ടാക്കാം. എന്നാൽ മേക്കിംഗ് ഇന്ത്യയും ആത്മനിർഭർ ഭാരതും ഒക്കെ വന്നതോടെ കളി മാറി. ഇന്ത്യ ഉപഭോഗ രാജ്യം എന്ന നിലയിൽ നിന്ന് ഉൽപാദന രാജ്യമായി മാറുകയും മറ്റ് രാജ്യങ്ങളിലേക്ക് കോമ്പറ്റേറ്റീവ് പ്രൈസിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുന്ന നിലയിലേക്ക് വളരാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അവിടെ പേടി തുടങ്ങി. അതായത് ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക രംഗത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ വളർച്ചയോടുള്ള അമേരിക്കയുടെ സമീപനമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഡിജിറ്റൽ രംഗത്ത്, നിർമ്മാണ മേഖലയിൽ ഇന്ത്യ സമീപകാലത്ത് വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് കടുത്ത മത്സരം നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കടുത്ത നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്ന് തങ്ങളുടെ ആഭ്യന്തര വിപണിയെയും
കമ്പനികളെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം ഇന്ത്യയുടെ വളർച്ചയെ ഏത് വിധേനയും പിടിച്ചു കെട്ടുക എന്ന ലക്ഷ്യം കൂടി അമേരിക്കയ്ക്കുണ്ട്. ഇത് വ്യാപാരപരമായ ഒരു ഭയം അല്ലെങ്കിൽ അമേരിക്കയുടെ മുൻകരുതൽ എന്ന് നമുക്ക് കാണാം. അമേരിക്കയുടെ ഒരു നയമെന്ന് പറയുന്നത് കൂട്ടുകൂടുക, ഒപ്പം കണ്ണു വെക്കുക എന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മേലൊരു കണ്ണ് വെക്കും. ഈ രീതിയിലാണ് അമേരിക്ക എല്ലാ കാലവും മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ തങ്ങളുടെ തന്ത്രപ്രധാന പങ്കാളിയായിരിക്കണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ സാമ്പത്തിക രംഗത്ത് അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ടോ അമേരിക്ക മറികടന്നോ വളരാൻ പാടില്ല എന്നും അമേരിക്കൻ ബിസിനസ്സുകൾക്ക് ഹെൽത്തി കോമ്പറ്റീഷൻ പോലും നൽകാൻ പാടില്ല എന്നും അവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം റിപ്പോർട്ടുകൾ കൊണ്ടുവന്നും മനുഷ്യാവകാശങ്ങളുടെ കാര്യം പറഞ്ഞുമൊക്കെ പല വിധത്തിൽ നമ്മളെ അവർ ബുദ്ധിമുട്ടിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നിന്ന് സമുദ്ര ഉൽപ്പന്നങ്ങൾ, അതായത് മത്സ്യ ഇതര ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ലോക വിപണിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത്, ആ രംഗത്ത് ഇന്ത്യ വളരെ ഒരു വളർച്ച കൈവരിച്ച സമയത്ത് ഉടനെ തന്നെ ഇന്ത്യ വംശനാശം സംഭവിക്കുന്ന കടൽ ജീവികളെ പ്രൊട്ടക്ട് ചെയ്യാതെയാണ് മത്സ്യബന്ധനം നടത്തുന്നത് എന്നും പല ആമകളും കടൽ ജീവികളുമൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുമൊക്കെ ഇന്ത്യക്കാരുടെ മത്സ്യബന്ധന തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങി ജീവൻ നഷ്ടപ്പെടുകയാണ്. ഇത് കാരണം ഇന്ത്യയിൽ നിന്നുള്ള സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് നിയന്ത്രണം വേണമെന്നായിരുന്നു നേരത്തെ കുറെ നാളുകൾക്ക് മുമ്പ് അമേരിക്ക പറഞ്ഞത്. അങ്ങനെ അവർ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. അത് നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ കാര്യമായി ബാധിച്ചു. ഇപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, മേക്കിംഗ് ഇന്ത്യ പ്രോഡക്റ്റുകൾ, വളരെ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉയർന്ന അളവിൽ ഇന്ത്യ പ്രൊഡക്ഷൻ നടത്താൻ തുടങ്ങിയപ്പോൾ അമേരിക്കയിൽ അതിന് കൂടുതൽ ആവശ്യക്കാർ വന്നപ്പോൾ ഇവർ പറയാണ്, അതായത് ഇന്ത്യയിലെ ആളുകളെ നിർബന്ധിപ്പിച്ച് പണിയെടുപ്പിച്ച് വിലക്കുറവിൽ ഉൽപ്പന്നം ഉണ്ടാക്കുന്നു എന്ന്. അമേരിക്ക അവരുടെ സകല കളികളും പുറത്തെടുക്കുകയാണ്. വളഞ്ഞ വഴിയിലൂടെയും അല്ലാതെയും ഒക്കെ അമേരിക്കയുടെ സൂപ്പർ പദവി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ദ്രോഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അവർ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ താൽക്കാലിക തിരിച്ചടികൾ നമുക്കുണ്ടാവും. ഈ താൽക്കാലിക തിരിച്ചടികളെ ഒക്കെ തന്നെ മുന്നോട്ടുള്ള കുതിപ്പിനുള്ള ചവിട്ടുപടിയാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നേറിയേ പറ്റൂ. താൽക്കാലികമായി ഉണ്ടാവുന്ന പ്രതിസന്ധികളിലും തിരിച്ചടികളിലും തളർന്നു പോകാതെ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. നമ്മുടെ രാജ്യം ഒരു ശക്തമായ രാജ്യമായിട്ട് മാറാൻ പോകുന്നത് കൊണ്ടും അമേരിക്കയുടെ പാവയല്ലാത്തത് കൊണ്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നും പാശ്ചാത്യ ലോകത്തിന്റെ ഭാഗത്തു നിന്നും പല കളികളും നമ്മൾ ഇനി കാണേണ്ടി വരും. ഒപ്പം ചൈനയും പാകിസ്ഥാനും ഒക്കെ ചേരുമ്പോൾ നമുക്കെതിരായിട്ട് വലിയ രീതിയിലുള്ള കളികൾ നടക്കും. അതിനെയൊക്കെ അതിജീവിക്കേണ്ടത് ഭരണകൂടമല്ല, നമ്മൾ ജനങ്ങളാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.